ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ് എപ്പിസോഡ് നമ്പർ 8. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ. അപ്പം അതിൻ്റെ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വീഡിയോസ് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി. അപ്പോൾ നിങ്ങൾ ഫോൺസൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ പോയിട്ടൊന്ന് കാണുക. അതായത് ആദ്യത്തെ വീഡിയോയിൽ സാംസങ്, ഐഫോൺ, മോട്ടോറോള, ബാക്കിയുള്ള സ്മാർട്ട് ബ്രാൻഡൊക്കെ തന്നെ വീഡിയോ രണ്ടാമത്തെ പാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വാട്സപ്പ്, ഞാൻ ഇപ്പം വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് സ്റ്റാറ്റസിൻ്റെ സ്റ്റൈലൊക്കെ മാറിയെന്ന്. അതായത് ഫേസ്ബുക്കിൽ നമ്മൾ സ്റ്റോറി കാണാറില്ലേ, ഞാൻ ഉപയോഗിക്കാറില്ല, എന്നാലും ഇടയ്ക്ക് നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്റ്റൈലിൽ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഇപ്പം മാറിയിട്ടുണ്ട്. ലുക്ക് ലൈക്ക് ആൻ ഫേസ്ബുക്ക്. അപ്പോൾ അത് ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ഒന്ന് സ്റ്റാറ്റസ് നോക്കി, രാവിലെ ഒന്നും ഉണ്ടായിട്ടാ, വൈകുന്നേരം ഉണ്ടായിട്ടാ, ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു പുതിയൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ സംഭവം വാട്സപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ റിയൽമിയുടെ GT7 Pro ലോഞ്ച് ചെയ്തു. അത് ഒന്നാമത്തെ കാര്യം, അതിനൊരു പ്രൈസ് 60,000 രൂപയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. ആ പ്രൈസിന് ആകെ ആ സ്നാപ്ഡ്രാഗൺ 880, പിന്നെ ബാക്കി ക്യാമറയൊന്നും വലിയ ഗുണമൊന്നുമില്ല. ഒരു 3x ഒരു പെരിസ്കോപ്പിക് ലെൻസ് ഉണ്ട് എന്നല്ലാതെ ബാക്കി എനിക്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല ആ ഒരു ഫോണിൻ്റെ ബാക്കിയുള്ള കാര്യം. ഡിസ്പ്ലേ ഒക്കെ കൊള്ളാം, വയർലെസ് ചാർജിങ് ഇല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിസ്സിങ് ആണ് ആ ഒരു ഫോണിൽ. IP69 ഒക്കെ വരുന്നുണ്ട്. എന്നാലും 60,000 രൂപയ്ക്ക് റിയൽമിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഫോണല്ല അത്. അപ്പം അത്യാവശ്യം ഒരു പെർഫോമൻസ് ഉണ്ട് എന്നേ ഉള്ളൂ, ബാക്കിയൊന്നും അങ്ങനെ ഒന്നും പറയാനില്ല. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അത് പോയി നോക്കുക. കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, ചെയ്തിട്ടുണ്ട്. പിന്നീട് ഓല 2 സ്കൂട്ടേഴ്സ്, ടോട്ടലി 4 സ്കൂട്ടേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ 40,000 രൂപയുടെ ഒരു സ്കൂട്ടറാണ്. 40,000 രൂപയുടെ ഓലയുടെ സ്കൂട്ടറാണ്. അതായത് അതിൻ്റെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞ് 25 km/h മാത്രമേ കിട്ടുകയുള്ളൂ. അത് നമ്മുടെ ഈ കൊച്ചിയിലൊക്കെ ഉണ്ടല്ലോ റെൻറ്റിനൊക്കെ കൊടുക്കുന്ന ഒരു സ്കൂട്ടറാണ്. അതിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ആ ടൈപ്പ് സെറ്റപ്പാണ്. ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ വേണ്ടി പറ്റൂ. ബാക്കിലൊരു കാരിയർ അല്ലെങ്കിൽ ബോക്സൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കൂട്ടറാണ്. 40,000 രൂപയാണ് സ്റ്റാർട്ടിങ്. അതായത് ഓല ഗിഗും ഉണ്ട്, ഗിഗ് പ്ലസും വരുന്നുണ്ട്. ഗിഗിനാണ് 40,000 രൂപ. അതിൻ്റെ ഒരു റേഞ്ച് എന്നൊക്കെ പറയുന്നത് ഒരു 112 km വരെ കിട്ടുന്ന പറഞ്ഞത്. സോ 25 km സ്പീഡ് മാത്രമേ ഉള്ളൂ. അപ്പം 112 വരെ കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ മോഡൽ വരുന്നുണ്ട്, അതായത് ഓലയുടെ S1 Z പ്ലസും വരുന്നുണ്ട്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനാണെങ്കിൽ 60,000 രൂപ വരുന്നുണ്ട്. അതിലാണെങ്കിൽ 70 km/h സ്പീഡ് വരുന്നുണ്ട്, ടോപ്പ് സ്പീഡാണ്. അതിൻ്റെ മൈലേജ് പറയുകയാണെങ്കിൽ 146 km മൈലേജ് അതിന് കിട്ടുന്നുണ്ട്. സോ 60,000 രൂപക്ക് അത് കുഴപ്പമില്ല കേട്ടോ. 70 km സ്പീഡും വരുന്നുണ്ട്, അത്യാവശ്യം മൈലേജ് കൊണ്ട് പൈസയും കുറവാണ്. ഓൺ റോഡ് വരുമ്പോൾ എന്നായാലും ഓൺ റോഡ് വന്നാലും വലിയ പ്രൈസ് കൂടാനൊന്നുമില്ല അല്ലേ, ഒരു 10-20 രൂപക്ക് കൂടുമായിരിക്കും. എന്നാലും ആ ഒരു പ്രൈസിന് ഇലക്ട്രിക് സ്കൂട്ടർ എന്നൊക്കെ പറയുമ്പോൾ ആ രണ്ടാമത്തെ ഓല S1 Z+ എന്ന് പറഞ്ഞ നല്ലൊരു വണ്ടിയായിട്ട് തോന്നി. ആ ഒരു പ്രൈസ് പോയിന്റിൽ വേറെ കൊമാക്കിയും അങ്ങനത്തെ ബ്രാൻഡൊക്കെ ഉണ്ട്. എന്നാലും ഓല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഒരു ഷോറൂമൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു വലിയ ട്രസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും അങ്ങനത്തെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടല്ലോ അതിന്. ബാക്കിയുള്ള പോലെ ചൈനീസ് എന്നൊരു ബ്രാൻഡ് അല്ലല്ലോ, മെയ്ഡ് ഇൻ ഇന്ത്യ ആണല്ലോ, ഇന്ത്യൻ ബ്രാൻഡ് ആണല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പം അതും ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളിപ്പം ഡെയിലി 2 വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും കറക്റ്റ് ഞാനിപ്പം ഏത് ടൈമിലിടണം, എനിക്ക് തോന്നുന്നു ഒന്ന് രാവിലെ ഒന്ന് രാത്രി അങ്ങനെ ഇടാണെന്ന് തോന്നുന്നു. ഞാനിപ്പം 7 മണിക്കൊന്ന് ഇടും, 8 മണിക്കൊന്ന് ഇടും. അപ്പം രണ്ടാമത്തെ വീഡിയോസിന് വ്യൂസ് കിട്ടുന്നില്ല, ഫസ്റ്റ് വീഡിയോക്ക് മാത്രമേ വ്യൂ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നാളെ തൊട്ട് ഒന്ന് രാവിലെ ഒന്ന് രാത്രി അങ്ങനെ ആക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഇടണം എന്നുള്ളത്. സോ അതും കൂടെ മാറ്റം വരുത്താൻ നിൽക്കുന്നുണ്ട്. പിന്നീട് റെഡ്മിയുടെ Note 40 സീരീസ് അറിയാമല്ലോ, ലോഞ്ച് ചെയ്യുന്നുണ്ട്. 9-ാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം റെഡ്മി Note 40 Pro Plusൻ്റെ ചില ഫീച്ചേഴ്സൊക്കെ തന്നെ അവർ അൺവീൽ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ ഫീച്ചേഴ്സൊക്കെ അൺവീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ബേസിക്കലി പറയുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് ക്യാമറ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഷവോമി പറയുന്നത് അവരെ ലോഗോയുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പാണ് ഇവരുടെ ക്യാമറ മൊഡ്യൂൾ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുമ്പേ ഇറങ്ങിയ റിയൽമിയിലൊക്കെ ഉള്ള ഷേപ്പ്, അപ്പോൾ റിയൽമി ഓൾറെഡി ഷവോമി ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഇറക്കിയ ഷേപ്പാണത്. അല്ല, ഒരു ഷേപ്പ് ഇറക്കുന്ന സമയത്ത് അത് നമ്മുടെ ബ്രാൻഡിൻ്റെ ഷേപ്പിലാണ് ഫോൺ ഇറങ്ങുന്നതെന്ന് ഒന്ന് പ്രൊമോട്ട് ചെയ്യണം സ്വന്തമായിട്ട്. അതിന് മുമ്പേ ഓൾറെഡി ഇറങ്ങിയ ഫോണപ്പം ഒന്ന് മണ്ടന്മാരാ, അങ്ങനെ ഒരു സംഭവം ഒക്കെയുണ്ട്. പിന്നെ 15 MB ക്യാമറ, പിന്നെ ടെലിഫോട്ടോ ലെൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ എന്തായാലും ഒരു 35 അറൗണ്ട് അതിൻ്റെ അകത്ത് എന്തായാലും വരാൻ ചാൻസ് ഉള്ളൂ. 35-ൻ്റെ മേലെ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അല്ലേ, ആ റേഞ്ചൊക്കെയാണ് വരാറ്.
അപ്പം അത് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒരുപാട് AI ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രോസർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് IP68 റേറ്റിംഗ് വരുന്നുണ്ട്, IP റേറ്റിംഗ് വരുന്നുണ്ട്. കൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 9-ാം തീയതിയാണ് ലോഞ്ച്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ സാംസങ്ങിൻ്റെ ഗാലക്സി A ആംബുലൻസ് വന്നാ ജസ്റ്റ് ടിങ് 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 പോയി. സാംസങ്ങിൻ്റെ ഗാലക്സി A ഇല്ലേ, AI നമ്മുടെ ChatGPT ആയിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ ഓൾറെഡി ജിമിനി എല്ലാം ഗൂഗിളായിട്ടാണ് അവർ ടൈപ്പ് ചെയ്തിട്ടാണ് ഇപ്പം അവർ AI ഫുൾ പരിപാടി നടത്തുന്നത്. ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ ഓൾറെഡി ഇൻ്റലിജൻസ് ChatGPT ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം സാംസങ്ങും അവരുടെ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ ആഡ് ആവുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. സോ അങ്ങനെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് സാംസങ് ഫോൺസിലും വരാനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റ് എന്നാലും വരുന്നുണ്ടെന്നാണ് പറയുന്നത്, നമുക്ക് നോക്കാം. അപ്പം അങ്ങനത്തെ ഒരു സംഭവം സാംസങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ChatGPT സാംസങ്ങിലും വരുന്നുണ്ട്. സോ ഇനി അതിലും പെയ്ഡൊക്കെ വരുമോ? എന്തായാലും വരുമല്ലേ, ChatGPT ആണല്ലോ പൈസ വാങ്ങുന്നത്. അപ്പം സാംസങ് ഫോണിലും ഇനിയിപ്പോൾ പെയ്ഡ് ആയിരിക്കും AI എന്നൊക്കെ പറയുന്നത്. അപ്പം അതും കൂടെ സാംസങ് ഫോൺസിൽ വരുന്നുണ്ട്. പിന്നെ C Flip FE ഇല്ലേ, അടുത്ത വർഷം ആയല്ലേ, ഒരു മാസം കൂടി ഇല്ല, അടുത്ത വർഷമായി. അപ്പം ആ ഫോണിൽ ചിപ്സെറ്റ് വന്നിട്ടുണ്ട്. ചിപ്സെറ്റ് എന്ന് പറഞ്ഞത് സാംസങ്ങിൻ്റെ Exynos 2400E, അതായത് ഇപ്പം S24 FE ഉണ്ടായിരുന്നില്ലേ, അതിലുള്ള സെയിം ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിലും വരുന്നത്. സോ സ്നാപ്ഡ്രാഗൺ ഒന്നും തന്നെ വരുന്നില്ല, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അത് വെച്ച് ഗെയിമൊന്നും കളിക്കാനില്ല, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് വെച്ച് വലിയ ഗെയിം കളിക്കാനുള്ള ഫോണൊന്നല്ല. എന്നാലും അതൊക്കെ മതി. FE ആണ് ഏറ്റവും പൈസ കുറച്ചിട്ടാണ് ഇറക്കുന്നത്. എന്നാലും ആദ്യം നല്ല പൈസ കൂട്ടും കേട്ടോ സാംസങ്ങിനുള്ള ഓൾറെഡി ഉള്ള പരിപാടിയാണ്. ഇപ്പം S24 FE ഇറക്കിയതും 60,000 രൂപ റേഞ്ചിലാണ്. ഇനി അത് കുറച്ച് 30,000 രൂപ റേഞ്ചിലേക്ക് വരും. അപ്പം ഇതും അങ്ങനെ തന്നെയായിരിക്കും. വില ആദ്യം നല്ല കത്തി വില ഇടും, പിന്നെ ഒരൊറ്റ താക്കിലാക്കും. മെല്ലെ ഓരോ ഓഫറിൽ ഇങ്ങനെ വില കുറച്ച് വരും. അപ്പം അങ്ങനത്തെ പരിപാടി ഉണ്ട്. അപ്പം ആദ്യം പോയിട്ടൊന്നും പോയി എടുക്കരുത് സാംസങ്ങിൻ്റെ ഇങ്ങനെയുള്ള ഫോൺസ്. അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് പിന്നെ നോർമലി എല്ലാം കുറയുന്ന പോലെയാണ്. പക്ഷേ FE ഒരു 1.5 കുറയില്ല, 1.5 കൂട്ടില്ല അത് തന്നെ. നമ്മളിങ്ങനെ അന്തം വിട്ടു. ഓൾറെഡി ഫ്ലാഗ്ഷിപ്പ് ലെവൽ S24 ഉള്ള പ്രൈസിലായിരിക്കും ഈ പറഞ്ഞ FE ഒക്കെ കൊണ്ടിറക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോയിട്ട് വാങ്ങൂടെ, തലക്ക് ബുദ്ധിയില്ലവനൊക്കെ ഇതൊക്കെ പോയിട്ട് വാങ്ങും. അറിയാതെ ഏതെങ്കിലും പാവങ്ങൾ പെട്ടുപോയിട്ടുണ്ടാവും. എന്നാലും അത് ആരെങ്കിലും പോയി വാങ്ങും അല്ലേ. അങ്ങനെ എന്തെല്ലോ ബഗിഡ് കളിക്കും സാംസങ് ഇടയ്ക്ക് നല്ല അധികം അങ്ങനെ അവർ ഇറക്കാറ്. ഇപ്പോൾ ഈ FE ഇറക്കുന്നത് നോക്കിക്കോ, നല്ല പ്രൈസിൽ ഇറക്കും. എന്നിട്ടോ കുറേ കഴിയുമ്പം മെല്ലെ കുറച്ച് വരും. ജസ്റ്റ് വാച്ച് ആൻഡ് സീ ആൻഡ് വാച്ച് എന്നും കാട്ടും. അപ്പോൾ ഇത്രയും ന്യൂസാണെന്ന് പറയാനുള്ളത്. അത് മാത്രമല്ല, നമ്മളൊരു അപ്കമിങ് സ്മാർട്ട് ഫോൺസിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് അടുത്ത മാസം വരാൻ വേണ്ടി പോകുന്ന ഫോൺസിൻ്റെ വീഡിയോ. നോർമലി അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഈ മാസത്തോടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എല്ലാ മാസവും നമ്മൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം. അത്യാവശ്യം ഒരുപാട് ഫോൺസൊക്കെ അടുത്ത മാസം വരുന്നുണ്ട്. അടുത്ത മാസം ഡിസംബറിൽ വരുന്നുണ്ട്. ജനുവരിന് അങ്ങോട്ടേക്ക് ഫോണിൻ്റെ ചാകരയായിരിക്കും. അപ്പം ജനുവരിയിലൊക്കെ ആയിരിക്കും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോൺസ് ഇറങ്ങുന്നത്. ഡിസംബറിൽ അത്യാവശ്യം നല്ല ഫോൺസൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഓൾറെഡി വീഡിയോക്ക് വ്യൂസൊക്കെ വരുന്നുണ്ട്, പക്ഷേ ആരും ചെയ്യുന്നില്ല. അപ്പം കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.